നമസ്കാരം. KSRTC ബസ്സിൽ വളയം പിടിച്ചുകൊണ്ട് ഓടിപ്പാഞ്ഞെത്തുന്നവരെല്ലാം അത്ര കേമന്മാരല്ല. അക്കൂട്ടത്തിലുമുണ്ട് വിരുദ്ധന്മാർ. ആനവണ്ടിക്കാരിൽ മിക്കവരും മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അത്തരത്തിലുള്ള കള്ളന്മാരുടെ കള്ളമുഖങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ മദ്യപിച്ചു ബോധം കെട്ട് വണ്ടിയോടിക്കാൻ വരുന്ന ഡ്രൈവർമാരെ പൂട്ടാൻ മന്ത്രിമാർ പരിശോധന നിർബന്ധമാക്കിയിരുന്നു. അതിന്റെ പേരിൽ ഇന്നലെയും 4 KSRTC ബസ് ഡ്രൈവർമാർ പിടിക്കപ്പെടുമെന്ന പേടിയിൽ ജോലിക്കെത്തും മുമ്പ് തന്നെ മുങ്ങി. അനലൈസർ ടെസ്റ്റ് നടക്കുന്നു എന്ന് അറിഞ്ഞതോടെയാണ് വെഞ്ഞാറമൂട് ഡിപ്പോയിലെ 4 ഡ്രൈവർമാർ മുങ്ങിയത്. ഇത് കാരണം കഴിഞ്ഞ ദിവസത്തെ 4 ഷെഡ്യൂളുകളാണ് മുടങ്ങിയത്. സാധാരണക്കാരായ ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ഇട റോഡുകളിലുള്ള സർവീസുകളായിരുന്നു അത്. ഇവയെല്ലാം തന്നെ നല്ല വരുമാനം ലഭിക്കുന്നവയുമായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ നടത്തിയ അനലൈസർ ടെസ്റ്റിൽ ഒരു ഡ്രൈവർ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അനലൈസർ ടെസ്റ്റ് നടത്തുന്നതറിഞ്ഞ് ഡ്യൂട്ടിയിലെത്തിയിരുന്ന ഡ്രൈവർമാർ മുങ്ങിയതിന് പിന്നാലെ നിരവധി സർവീസുകളാണ് മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. മികച്ച വരുമാനം ലഭിക്കുന്ന ബൈപ്പാസ് സർവീസുകൾ ഉൾപ്പെടെ 6 സർവീസുകളോളം മുടങ്ങിക്കഴിഞ്ഞു. അതേസമയം മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ പുതിയ മന്ത്രിമാരുടെ ട്രിക്ക് ജനങ്ങൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല എന്നും അതുകൊണ്ട് കൂട്ടത്തോടെ അവധിയെടുത്ത് പ്രതിഷേധം അറിയിച്ച ഡ്രൈവർമാരും ഈ KSRTC ഡ്രൈവർമാരുടെ കൂട്ടത്തിലുണ്ട്. ഊതിപ്പിച്ചു നോക്കിയ ശേഷം ബസ്സിൽ കയറിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പരിഷ്കരണത്തിന് പ്രതിഷേധമായിട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനാപുരം ഡിപ്പോയിലെ ഒരു കൂട്ടം ഡ്രൈവർമാർ അവധിയെടുത്ത് പോയത്. അത് വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തിരുന്നു. ഇതോടെ 15 സർവീസുകളാണ് അന്ന് മുടങ്ങിയത്. ആനപ്പുറത്തിരിക്കുമ്പോൾ MVDയെ പേടിക്കേണ്ടെന്ന KSRTC ഡ്രൈവർമാർക്കെല്ലാം അന്നറിയാമായിരുന്നു. പോലീസോ മോട്ടോർ വാഹന വകുപ്പോ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവർമാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കില്ല എന്ന ധൈര്യമായിരുന്നു അവർക്ക്. സ്വന്തം സർക്കാരിന്റെ തന്നെ വകുപ്പായതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പകുപോക്കൽ എന്നത് വിചാരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകാതിരുന്നത് എന്ന ധൈര്യമായിരുന്നു ഇവർക്കെല്ലാം. എന്നാൽ ആ ഒരു ധൈര്യത്തിന് പരിസമാപ്തി വന്നിരിക്കുകയാണ്. KSRTC ഡ്രൈവർമാരുടെ മദ്യപാനം അത് കൃത്യമായി പരിശോധിക്കാൻ ഇപ്പോൾ ആളുകളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത് പല സർവീസുകളും മുടങ്ങാൻ കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഡിപ്പോയിൽ KSRTC വിജിലൻസ് പരിശോധന നടത്തിയ സമയത്ത് നിരവധി പേർ പ്രതിഷേധ സമരം എന്നോണം ജോലി ഒഴിവാക്കി നിന്നു. അതേപോലെ തന്നെ ഇന്നലെയും ഇതേ സമാന രീതിയിലുള്ള സംഭവങ്ങളുണ്ടായി. പരിശോധിക്കുന്നുണ്ട് എന്ന് കണ്ടതോടെ 4 ഡ്രൈവർമാരാണ് ജോലിക്കെത്തിയതിൽ നിന്നും പരിശോധകർ കാണാതെ രക്ഷപ്പെട്ടത്.